لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സമാധാനീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഇണയും തുണയുമായി ചേർന്നുകൊണ്ടുള്ള മാന്യമായ വൈവാഹിക കുടുംബ ജീവിതം എന്നുള്ളത്. ഈ മനുഷ്യരാശിയെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് ഒരാത്മാവിൽ നിന്ന്, അതിൽ നിന്ന് അതിന്റെ ഇണയെയും ആ ഇണ തുണകളിൽ നിന്ന് പിന്നീട് സമൂഹത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചുണ്ടാക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു നിസാഇന്റെ ആദ്യത്തെ വചനമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ടാണ് ബോധ്യപ്പെടുത്തുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബകുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കതീറൻ വനിസാഅ, അതിൽ നിന്ന് അവന്റെ ഇണയെയും സൃഷ്ടിച്ചു, ആ ഇണ തുണകളിൽ നിന്ന് അവരിൽ നിന്ന്
ധാരാളക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. ഏതൊരു അല്ലാഹുവിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. അതിനോട് ചേർത്തുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി വൽഅർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നവൻ തന്നെയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ ഇണചേർന്നുകൊണ്ട് ജീവിക്കുന്നതിന്റെ, മനുഷ്യന് അവന്റെ വർഗത്തിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണയെ സെലക്ട് ചെയ്തതിന്റെ പ്രാധാന്യം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിക്കുകയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു അവൻ പരിശുദ്ധനാണ്. എല്ലാത്തിനെയും അവൻ ഇണകളായി സൃഷ്ടിച്ചു. മിമ്മാ തുൻബിതുൽ അർളു, ഭൂമിയിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന സസ്യലതാദികളെ, വമിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് മനുഷ്യവർഗങ്ങളിൽ നിന്ന്, വമിമ്മാ ലാ യഅലമൂൻ, അവൻ അറിയാത്ത ജന്തു ജീവജാലങ്ങളെയെല്ലാം അവൻ ഇണയും തുണയുമായി സൃഷ്ടിച്ചിരിക്കുന്നു, സംവിധാനിച്ചിരിക്കുന്നു. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി കൊണ്ട്, അവന്റെ വലിയ ദൃഷ്ടാന്തമായി എടുത്തു കാണിക്കുന്ന ഒന്നാണ് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദുനിയാവിൽ ജീവിക്കാൻ മനുഷ്യവർഗത്തിന്, മനുഷ്യർക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഇണകളെ അല്ലാഹു സംവിധാനിച്ചു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചത്, സംവിധാനിച്ചത് അവന്റെ ദൃഷ്ടാന്തമാണ്. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ സമാധാനപൂർവ്വം ഒത്തുചേർന്നുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അങ്ങനെ നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. അപ്പൊ എത്രമാത്രം മഹിതമായ പവിത്രമായ ഒരു ബന്ധമാണ് ഇണയും തുണയുമായുള്ള ജീവിതം എന്ന് പറയുന്നത്. വിവാഹത്തിലൂടെയാണ് ഒരു പുരുഷനും സ്ത്രീയും ഈ രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത്. ആ വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ റബ്ബേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കുകയും ചെയ്യണേ അല്ലാഹ് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അത് ഒരു വൈവാഹിക ബന്ധം തുടങ്ങിയതിനു ശേഷം എന്ന് മാത്രമല്ല, എപ്പോഴും ചെറിയ കുട്ടികൾ മുതൽ എപ്പോഴും കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും യൗവനത്തിലേക്ക് താണ്ടുമ്പോഴുമെല്ലാം ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വൈവാഹിക ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഇണ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഇണയാവണം. ആ ഇണ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, നമുക്ക് പരീക്ഷണമാകുന്ന രൂപത്തിലുള്ള ഒരു വൈവാഹിക ബന്ധമാകാതിരിക്കാൻ എപ്പോഴും ആത്മാർത്ഥമായ തുണയുണ്ടാവണം. അതുമാത്രമല്ല, നമ്മുടെ മക്കളിൽ നിന്നും ഈ രൂപത്തിൽ നമുക്ക് കൺകുളിർമ നൽകുന്ന ആദർശത്തിൽ, നമ്മുടെ ദീനീ ബോധത്തിൽ നമുക്ക് കൂട്ടാവുന്ന കൺകുളിർമ നൽകുന്ന മക്കളാക്കുന്നതിന് വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി നാം ദുആ ചെയ്യണം. സഹോദരങ്ങളെ, ഈ രൂപത്തിലാണ് വൈവാഹിക ജീവിതത്തിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്നത്. ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും പവിത്രമായ ഈ നിക്കാഹ് കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാഖൻ ഗലീദ, സുദൃഢമായ ഒരു കരാർ എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ ഒരു നിക്കാഹ് കർമ്മം ആഭാസങ്ങളുടെ പേക്കൂത്തായി നടന്നു പോകേണ്ട ഒന്നാണ്. എല്ലാവിധ തോന്നിവാസങ്ങളുടെയും നടുക്ക് വെച്ച് നടത്തേണ്ട ഒന്നാണ്.
വളരെയധികം പ്രാധാന്യത്തോടുകൂടി ദീൻ പഠിപ്പിച്ച ഒരു വിഷയത്തെ, പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു സദസ്സിനെ ഇത്രമാത്രം മോശകരമാക്കുന്നത് ആരാണ്? വളരെയധികം ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ഇതിന്റെ A to Z ഒന്ന് പരിശോധിക്കേണ്ട സമയം. ISM സംബന്ധിച്ചിടത്തോളം, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ISM ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, ISM സ്റ്റേറ്റ് പവിത്രമാണ്, വിവാഹം ആഭാസമല്ല എന്ന വിഷയത്തിൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച സമയമാണ്. ഇസ്തിഖാമയിൽ ശാഖാതലങ്ങളിൽ ഒക്ടോബർ 30 വരെ ഈ ക്യാമ്പയിൻ നടക്കണം. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ, നമ്മുടെ യൂണിറ്റുകളിൽ, നമ്മുടെയൊക്കെ കവലകളിൽ ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും ചിന്തകളും ഉണ്ടാവേണ്ട സമയമാണ്. വളരെയധികം പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വിവാഹം നടക്കുന്നത്? സുഹൃത്തുക്കളെ, സഹോദരങ്ങളും നാം മനസ്സിലാക്കേണ്ടത്, സിനയെ സമീപിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. വ്യഭിചാരത്തിലേക്ക് സമീപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല, ആ വ്യഭിചാരത്തെ സമീപിക്കരുത്. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ അതിൽ സിനയുണ്ട്. കാതുകൊണ്ട് നിങ്ങൾക്ക് അനർഹമായ രൂപത്തിൽ നിങ്ങളൊരു പെണ്ണിന്റെ ശബ്ദം അതല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കാത് ചെയ്യുന്ന വ്യഭിചാരമാണ്. നിങ്ങളുടെ മനസ്സിന്റെ വ്യഭിചാരമുണ്ട്. ഈ രൂപത്തിൽ സിനയെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൽ ഇന്ന് നടക്കുന്ന പല സമൂഹങ്ങളിലും നടക്കുന്ന വിവാഹങ്ങൾ, വിവാഹത്തിന് മുമ്പ് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അതല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തങ്ങൾക്ക് വേണ്ട ഇണയെ കണ്ടെത്തുകയാണ്. പ്രണയമാണ്, പ്രണയബന്ധത്തിലാണ് അവർ. പരസ്പരം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചാറ്റിംഗ് ഉണ്ട്, അതുപോലെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. യാതൊരു നിവൃത്തിയുമില്ലാതെ ദീനനുസരിച്ച് നടക്കുന്ന വാപ്പ, ദീനനുസരിച്ച് നടക്കുന്ന ഉമ്മ, യാതൊരു നിവൃത്തിയുമില്ലാതെ മക്കളുടെ ഈ തോന്നിവാസത്തിൽ നിന്ന് അവരെ അകറ്റാൻ സാധിക്കാതെ അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അത് കല്യാണമാക്കി മാറ്റും. ഒന്ന് ആലോചിച്ചു സഹോദരങ്ങളെ, ഏറ്റവും പവിത്രകരമായി നടക്കേണ്ട നിക്കാഹ് കർമ്മത്തിലേക്ക് എത്തുന്നതുവരെ അവർ വ്യഭിചാരത്തിലായി. ആർക്കെങ്കിലും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നും മാത്രമാണ് പറയാനുള്ളത്. ആ നിക്കാഹ് കർമ്മം സംഭവിക്കുന്നതുവരെ നിങ്ങൾ വ്യഭിചാരത്തിലായിരുന്നു. ഏതെല്ലാം രൂപത്തിൽ അത് എത്രത്തോളം ആഴത്തിലാണെന്ന് റബ്ബിനും നിങ്ങൾക്കും മാത്രം അറിയാവുന്ന വിഷയമാണ്. ഇന്ന് അതൊരു ട്രെൻഡാണ്. ബാപ്പക്കോ വല്യാപ്പക്കോ കുടുംബത്തിനോ റോളില്ലാത്ത രൂപത്തിൽ ചെറുപ്പക്കാർ അവനവന് വേണ്ട ഇണയെ സെലക്ട് ചെയ്യുക മാത്രമല്ല, അവർ പ്രേമിച്ചു നടന്ന് അതൊരുപാട് കാലം താണ്ടിയതിന് ശേഷം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ മുമ്പുണ്ടായിരുന്ന ഒരു കൾച്ചറിലേക്ക്, ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കൾച്ചറിലേക്ക് ലിവിംഗ് ടുഗദർ എന്ന് പേര് വിളിച്ചുകൊണ്ട് ഒന്നിച്ച് താമസിച്ച് ഒന്നിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവർക്ക് പരസ്പരം തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രം അവർ പിന്നീട് കല്യാണത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹവും നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തോന്നിവാസത്തിലേക്ക്, ഈ ആഭാസത്തിലേക്ക് നമ്മുടെ സമൂഹം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, പ്രിയപ്പെട്ട ഉപ്പമാരോട്, പ്രിയപ്പെട്ട ഉമ്മമാരോട്, നമ്മുടെ പ്രിയപ്പെട്ട കരളിന്റെ കരളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ പറ്റി പറഞ്ഞില്ലേ? ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്, നമ്മുടെ ആൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്. ആ മക്കളെ വിളിച്ചിട്ട് പലതും നമ്മൾ പറയാറില്ലേ? കൗമാരത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ വിളിച്ചിട്ട് പറയണം ഇത്തരം വിഷയങ്ങൾ. പാപ്പ ഈ രൂപത്തിൽ ഈ മഹലിൽ ജീവിക്കുന്ന ഒരാളാണ്, നമ്മൾ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോളെ, പ്രിയപ്പെട്ട മോനെ, ഒരിക്കലും തന്നെ ബാപ്പയെ പറയിപ്പിക്കുന്ന രൂപത്തിൽ, ഈ ദീനിൽ ഒരിക്കലും ഇല്ലാത്തൊരു സംസ്കൃതിയുടെ രൂപത്തിൽ ആരൊക്കെ നിന്റെ ക്യാമ്പസിൽ ചെയ്താൽ ഉപ്പാന്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മുടെ മകളോട് നമ്മൾ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മകളോട്, നമ്മുടെ മകനോട് അത് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആരാണ് കുറ്റക്കാർ? ആരാണ് കുറ്റക്കാർ? പിന്നീടെല്ലാം കഴിഞ്ഞ് നമ്മൾ അമിതമായി വിശ്വസിക്കുകയാണ് മക്കളെ. എന്റെ മകൻ അങ്ങനെ ചെയ്യില്ല, എന്റെ മകൾ ഒരിക്കലും ഉണ്ടാവില്ല, എന്റെ പേരെ കുട്ടികൾക്ക് അത് പറ്റുകയേയില്ല. ഈ അമിതമായ ആത്മവിശ്വാസം എവിടെ കൊണ്ട് എത്തി നിൽക്കുന്നു പ്രിയപ്പെട്ടവർ? അവസാനം അവർ ചൂണ്ടിക്കാണിക്കുന്നത് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വേറെ നിവൃത്തിയില്ല. അത്രയും വരെ അടുത്തു എന്ന് പറഞ്ഞാൽ ശാരീരികമായി പോലും അടുത്തു കഴിഞ്ഞു, ഇനി വേർപിരിക്കാൻ കഴിയാത്ത രൂപത്തിലായി. എവിടേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് പ്രിയപ്പെട്ടവർ? ഈ രൂപത്തിലുള്ള വൃത്തികെട്ട പ്രണയ ആഭാസങ്ങളിലേക്ക് പോകുമ്പോ അവരെ തിരിച്ച് ദീന് പറഞ്ഞ് വിളിക്കേണ്ടത് നമ്മളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹത്തോടുകൂടി
സൗഹാർദ്ദപരമായി ശാസിച്ചുകൊണ്ട് ദീൻ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദീൻ അനുസരിച്ചുകൊണ്ടുള്ള ഇണകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താ? തുൻകഹുൽ മർഅതു ലിഅർബഈൻ. 4 കാര്യങ്ങളാണ് വിവാഹത്തിന്റെ രംഗത്ത് പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ പരിഗണിക്കുന്ന വിഷയങ്ങൾ. ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തി ദീൻ തരിബത് യദാൻ. ധനം അന്വേഷിക്കുന്ന ആളുകളുണ്ട്, എത്ര സമ്പത്തുണ്ട് എന്ന് ആലോചിക്കുന്നവരുണ്ട്, അവളുടെ തറവാട് വലിയ തറവാടാണോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട്, അവളുടെ സൗന്ദര്യം നോക്കുന്നവരുണ്ട്, അവളുടെ ദീനിനെ പരിഗണിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ടുകൊണ്ട് പറയുന്നത് ഫദ്ഫർ ബിദാത്തി ദീൻ തരിബത് യദാൻ. ദീനുള്ളവളെ കല്യാണം കഴിച്ചുകൊണ്ട് വിജയം വരിക്കുക. അതിന്റെ പേരിൽ ഒരു അല്പം ക്ലേശം സഹിക്കേണ്ടി വന്നാൽ ആ ദീന് മാത്രമാണ് നിലനിൽക്കുക. സമ്പത്ത് അത് നഷ്ടപ്പെട്ടു പോകാം. തറവാടിത്തത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുപോലെ തന്നെയാണ് സൗന്ദര്യവും. അസുഖം വന്നാൽ അത് പോകും. എന്നാൽ ആ വിശ്വാസവും ദീനി രംഗത്തുള്ള തത്വയും സൂക്ഷ്മതയും മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി അത് പെണ്ണിന്റെ വിഷയത്തിൽ മാത്രമല്ല ആണിന്റെ വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കണം. നമുക്ക് പറ്റിയതാണോ? ആ രൂപത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടാവണം വൈവാഹിക രംഗത്തേക്ക് പ്രവേശിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത് ഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്വാലിഹ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. ആ ദുനിയാവിന്റെ വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായ വിഭവം എന്ന് പറയുന്നത് അൽ മർഅതു സ്വാലിഹ, സദ്വൃത്തയായ ഒരു പെണ്ണാണ്. സ്വാലിഹത്തായ ഒരു ഇണയെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ആ രൂപത്തിൽ പരസ്പരം അന്വേഷിച്ചുകൊണ്ട് പരസ്പരം ദീനീ രംഗത്ത് തഖ്വയുള്ള ആളുകളെ തന്നെ നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ മക്കളോടുള്ള ബാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായപൂർത്തിയായ ആളുകൾ, കല്യാണപ്രായമെത്തിയ ചെറുപ്പക്കാരികൾ അവരുടെ കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ജോലിയുടെ പേര് പറഞ്ഞുകൊണ്ടോ മറ്റെന്തെങ്കിലും വിഷയങ്ങളിൽ പറഞ്ഞ് ഇതിങ്ങനെ പിന്തിക്കുന്നത് തെറ്റിലേക്ക് അവർ പോകുന്നതിന് ഒരു കാരണമാകുന്നുവെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാണ് രക്ഷിതാക്കളെ, ഉപ്പമാരെ, ഉമ്മമാരെ. അതുകൊണ്ട് മക്കൾക്ക് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 3 ചെറുപ്പക്കാർ വന്നുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് അന്വേഷിച്ച ചരിത്രം നമ്മൾ ഏറെ കേട്ടവരാണ്. എന്നിട്ട് അവർ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയൊക്കെ ചെയ്താൽ മതി, നമ്മൾ ഇത്ര ചെയ്താൽ പോരാ. എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ വർത്തമാനം, എനിക്കിനി എല്ലാ ദിവസവും നോമ്പായിരിക്കും, നോമ്പില്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. രണ്ടാമത്തെ ആള് പറഞ്ഞത്, ഞാനിനി രാത്രി ഉറങ്ങുകയല്ല, എല്ലാ രാത്രിയിലും ഞാൻ മുഴുവൻ സമയവും നിന്ന് നമസ്കരിക്കുന്നതാണ്. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞത്, ഞാൻ എന്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്നതേയല്ല, ഈ രൂപത്തിൽ പ്രഖ്യാപിച്ച ചെറുപ്പക്കാരെ തിരുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ഞാനാണ് നിങ്ങളെക്കാൾ അല്ലാഹുവിനോട് അടുത്തവൻ. എന്റെ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നയാളാണ്. ഞാൻ രാത്രിയിൽ എണീറ്റ് നമസ്കരിക്കുന്നുണ്ട്, ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. നോമ്പുള്ള ദിവസങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും എന്റെ ജീവിതത്തിലുണ്ട്. ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിന്റെ ചര്യകളെ പിന്തുടരുവാനാണ് ആ ചെറുപ്പക്കാരെ ബോധ്യപ്പെടുത്തുന്നത്. ഈ രൂപത്തിൽ വൈവാഹിക ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ബോധ്യപ്പെടുത്തിയത്. അത് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ലൈംഗികാവയവത്തെയും സൂക്ഷിക്കുവാൻ ഉതകുന്നതാണ് എന്ന് പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ രൂപത്തിൽ മഹിതമായ നിക്കാഹ് കർമ്മം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, പരസ്പര സ്നേഹത്തെപ്പറ്റി, അവരുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അവിടെ പറയുന്ന വലിയ വിഷയമാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരായ ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരെന്ന് പറയുന്നത് നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല മര്യാദയിൽ പെരുമാറുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് തന്റെ പാത്രം തട്ടി മാറ്റിയ ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയിൽ വലിയ മാതൃക നമുക്കുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് സഹധർമ്മിണിമാരോട് സൂചിപ്പിക്കുവാനുള്ളത്, ആരുടെയെങ്കിലും മുന്നിൽ
അല്ലാഹുവല്ലാത്ത ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യുവാൻ അനുവാദം ലഭിക്കുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യുവാൻ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ രൂപത്തിൽ പരസ്പരം സ്നേഹത്തോടുകൂടി പരസ്പരം നന്മയിൽ വസിക്കുവാൻ, ദീനിൽ പരസ്പരം സഹകാരികളായി കൊണ്ട് ജീവിക്കുവാനാണ് ഈ രൂപത്തിലുള്ള ഇണചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ രംഗത്തേക്ക് ഏറെ മഹിതമായി മര്യാദകളോടുകൂടി പ്രവേശിച്ചുകൊണ്ട് ദീൻ അനുശാസിക്കുന്ന മാർഗത്തിലൂടെ മാത്രം അതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ എല്ലാവിധ ബറകാത്തുകളും നേടിയെടുക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നാം സൂചിപ്പിച്ചത് വൈവാഹിക ജീവിതത്തിന്റെ പ്രാധാന്യവും, എന്നാൽ ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിൽ ആ രൂപത്തിൽ നിക്കാഹിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ പറ്റിയുമാണ്. ഇനി ആ വിവാഹ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇസ്ലാമികമല്ലാത്ത ഒരുപാട് ആഭാസങ്ങൾ ഇന്ന് നമുക്ക് കാണേണ്ടി വരികയാണ്. പെണ്ണ് കാണാൻ പോകുന്ന ആ ഒരു സമയം മുതൽ മിഠായി കൊടുത്തുകൊണ്ട് തുടങ്ങുന്ന ഒരു രീതി, പല സ്ഥലത്തും മിഠായിക്ക് പ്രത്യേകമായ ഇവന്റുകൾ തന്നെ ഏർപ്പെടുത്തുകയാണ്. പ്രത്യേകമായ രൂപത്തിൽ സജ്ജീകരിച്ച മിഠായികൾ, അതിനുവേണ്ടി പ്രത്യേകമായ ദിവസങ്ങളും ഓഡിറ്റോറിയങ്ങളും ബുക്ക് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക സംസ്കാരത്തിൽ എവിടെയാണ് ഈ മിഠായി കൊടുത്തുകൊണ്ട് ഉറപ്പിക്കുന്ന രീതി? ചില ആളുകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഉറപ്പിക്കുക. വാക്ക് കൊടുക്കുക എന്നതല്ല ഈ രൂപത്തിലുള്ള മിഠായി കല്യാണങ്ങൾ. അത് ദീനിന്റെ ഭാഗമല്ല. ഈ കേക്ക് മുറിയും മിഠായിയും ഒക്കെ തുടങ്ങിയത് കുറച്ചു കാലം മുമ്പാണ്. ഈ രൂപത്തിലുള്ള സംസ്കാരം അത് ഇസ്ലാമികമല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മഹല്ലത്തിന് പോലും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ്, ആർക്കാണ് സാധിക്കുക എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഇനിയല്ല ഈ ആ വിവാഹത്തിന് പ്രവേശിക്കുമ്പോൾ, ആ നിക്കാഹിന്റെ ആ ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും പല്ലക്കും ആലഭാരങ്ങളും വലിയ വലിയ മ്യൂസിക്കുകളും ബാൻഡുകളും DJ പാർട്ടികളുമായി കൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അല്ലാഹ് ഹറാമാക്കിയ, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ നിക്കാഹ് നടത്തപ്പെടുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത ആ സദസ്സിൽ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമോ? പ്രിയപ്പെട്ടവരെ, അതല്ല മലക്കുകൾ ഇറങ്ങിപ്പോയി അവിടെ പിശാചുകൾ കയറി വരുന്ന സദസ്സിലാണോ നമ്മുടെ കല്യാണം നടക്കേണ്ടത്? നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കേണ്ടത്, കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കേണ്ടത് ഈ രൂപത്തിലുള്ള ആഭാസങ്ങൾ നിറഞ്ഞ സദസ്സുകളോട് കൂടിയാണ്. JCBയുടെ കൊക്കയിൽ കയറി വരുന്ന പുതിയാപ്പിള, ട്രാക്ടർ ഓടിച്ചു വരുന്ന പുതിയവണ്ടി, ഈ രൂപത്തിലുള്ള മറ്റൊരു ടീം, ഇങ്ങനെ പല രൂപത്തിലുള്ള ആഭാസങ്ങൾ നടക്കുമ്പോൾ കക്കൂസിന്റെ ആകൃതിയിൽ, ടോയ്ലറ്റിന്റെ ക്ലോസറ്റിന്റെ ആകൃതിയിൽ കേക്ക് ഉണ്ടാക്കി മുറിച്ചു കൊടുക്കുന്നവർ, ഒന്ന് ആലോചിച്ചു നമ്മുടെ സമൂഹം എവിടേക്കാണ് പോകുന്നത്? പൂത്തിരിയും മത്താപ്പും ഗുണ്ടും പൊട്ടിച്ചുകൊണ്ട് നിക്കാഹിന്റെ സദസ്സിലേക്ക് കയറി പോകുന്നവർ നാണമില്ലേ എന്നാണ് അവരോട് ചോദിക്കാനുള്ളത്. തീർത്തും അനിസ്ലാമികപരമായ ഈ സംഗതികളെ ചോദ്യം ചെയ്യുവാൻ, വിലക്കുവാൻ കൈത്തണ്ടക്ക് ബലമുള്ളവർ തടുക്കട്ടെ. അതിന് സാധിക്കാത്തവൻ നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കട്ടെ. അതിനും സാധിക്കില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുപ്പ് കാണിക്കുകയെങ്കിലും ചെയ്യട്ടെ. അത് ഈമാനിന്റെ ദുർബലമായ ഘട്ടമാണ്. ഈ മഹല്ല സംവിധാനത്തോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, പ്രത്യേകിച്ചും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്: എന്റെ കുടുംബത്തെ ഞാൻ നന്നായി നിരീക്ഷിക്കും. ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു തിന്മ ചെയ്താൽ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി ശിക്ഷ നിങ്ങൾക്ക് ഞാൻ നൽകും. കാരണം മനുഷ്യർ മുഴുവനും കണ്ണുകളാൽ നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. ഉമർ ഇവിടെ മരിക്കുമ്പോ ഉമറിന്റെ നിഴലിൽ നിന്നുകൊണ്ട് നിങ്ങളെങ്ങാനും ഏതെങ്കിലും രൂപത്തിൽ അനർഹമായത് നേടുകയോ അധർമ്മങ്ങൾ ചെയ്തു മുട്ടുകയോ ചെയ്താൽ അതിന്റെ പേരിൽ ഈ ഖിലാഫത്തിന് നേരെ വരെ ആളുകൾ വിരൽ ചൂണ്ടും. അതുകൊണ്ട് നിങ്ങളെ ഞാൻ നന്നായി ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മത ഈ മഹല്ലത്തിൽ, ഈ പള്ളിയിൽ നമ്മൾ ഇത് പറയുമ്പോ ഈ പള്ളിയുടെ കമ്മിറ്റിയിലുള്ളവരോ
ഈ പള്ളിയിൽ സ്ഥിരമായി നമസ്കരിക്കാൻ വരുന്നവരോ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുകയോ ചെയ്യുന്ന ആളുകളുടെ മക്കളോ കുടുംബമോ പേരക്കുട്ടികളോ ഇതുപോലെ എങ്ങാനും വല്ല കല്യാണവും നടത്തിയാൽ സാധാരണക്കാരുടെ മുന്നിൽ എങ്ങനെയാണ് ഈ പ്രബോധനം ഫലിക്കുക പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ചിന്തിക്കുക പ്രിയപ്പെട്ട വാപ്പമാരെ. ഞങ്ങൾ അറിയാതെ മക്കൾ നടത്തിയെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ അറിയാത്ത നമ്മുടെ മുന്നിൽ നടത്താൻ പാടില്ല. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് നിർത്തിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ആ അധർമ്മങ്ങളെ ചെറുക്കുവാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് സാധിക്കുക? പത്തപ്പിരിയത്തും ഇടവണ്ണയിലും സാധിച്ചിട്ടില്ലെങ്കിൽ കേരളക്കരയിലെ ഏത് യൂണിറ്റിലാണ് അത് സാധിക്കുക? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ എല്ലാവിധ അധർമ്മങ്ങളെയും പഠിപ്പ് പുറത്തു നിർത്തിയ കാരണവന്മാരുടെ പണ്ഡിതന്മാരുടെ മണ്ണാണ്. ഇവിടെ മാതൃകയുണ്ടാവണം, ഇവിടെ നല്ല ഇമാമുമാരുണ്ടാവണം. അതല്ലാതെ തോന്നിവാസങ്ങളല്ല അവിടേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുകയാണ്. ഇനി ഒരു കുത്തുബ ഇതുപോലെ പറയുമോ എന്നെനിക്ക് ഉറപ്പില്ല. പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. ഈ രൂപത്തിൽ ഒരു നിക്കാഹും ഇനി ഇവിടെ നടക്കാൻ പാടില്ല. മഹല്ല് സംവിധാനങ്ങളുണ്ടല്ലോ, ആ മഹല്ല് സംവിധാനങ്ങൾ നിയമാവലി ഉണ്ടാക്കണം. ഇവിടെ മഹല്ല് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ഈ പള്ളിയിൽ നിന്ന് കല്യാണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ അനിസ്ലാമികപരമായ സംഗതികൾ ഉണ്ടാവാൻ പാടില്ല. എഴുതി ഒപ്പിട്ടിട്ട് നടത്തുന്ന കല്യാണങ്ങൾ മതി. ഈ രൂപത്തിൽ മഹല്ല് സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവിടെ ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ പറഞ്ഞിട്ടും ചെയ്തിട്ടും ഒന്നും ഏൽക്കുന്നില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കണം. സ്നേഹത്തോടുകൂടി ആരോടുമുള്ള വെറുപ്പിന്റെ പേരിലല്ല. ഇതൊരു ഉത്തരവാദിത്തമാണ്, ഇതൊരു അമാനത്താണ്. അതുകൊണ്ട് ആർക്കും വിഷമം വിചാരിക്കരുത്. സ്വന്തത്തോടെന്ന പോലെ എന്നോടെന്ന പോലെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലാവട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും, നമ്മുടെ സന്തോഷങ്ങളും, നമ്മുടെ സങ്കടങ്ങളും, ജീവിതത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളും ആ രൂപത്തിലാകുമ്പോൾ മാത്രമാണ് പിന്നെ സഹായം നമുക്കുണ്ടാവും. നമ്മൾ കാണുന്നില്ലേ സഹോദരങ്ങളെ, ഉരുൾപൊട്ടൽ കാണുന്നില്ലേ, വെള്ളപ്പൊക്കം നമ്മൾ കാണുന്നില്ലേ? ഹദീസുകളൊന്ന് എടുത്തു നോക്കുക. ഹറാമായ സംഗീതങ്ങൾ നടക്കുന്ന സദസ്സുകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ എടുക്കുക. ചരൽ കാറ്റുകൊണ്ട്, ചരൽ മഴ കൊണ്ട്, ഭൂമി പിളർന്നുകൊണ്ട് അവരെ അതിൽ ആഴ്ത്തുന്നത് അവർ ഭയപ്പെടുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. അനേക ഹദീസുകളുണ്ട്. അതുകൊണ്ട് അങ്ങ് വയനാട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ടോ, അങ്ങ് കവളപ്പാറയിലേക്ക് ചൂണ്ടിക്കൊണ്ടോ നമ്മളൊക്കെ ഇവിടെ സേഫാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ റബ്ബ് കാണുന്നുണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആ റബ്ബിന്റെ പരീക്ഷണം വരുമ്പോ ഒന്നുമില്ലാത്തവരായിക്കൊണ്ട് ഈ ലോകത്തിന് മുമ്പിൽ രണ്ട് കൈകളും നെറ്റിക്കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നവരായി നമ്മൾ മാറാതിരിക്കാൻ റബ്ബിലേക്ക് മടങ്ങുക. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ന്യായീകരിക്കാനല്ല. തെറ്റുപറ്റി റബ്ബേ നീ പുറത്തു തരണേ, ഇനി ഉണ്ടാവില്ല എന്ന തീരുമാനങ്ങളായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മടങ്ങുന്ന അവ്വാബീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി